ഇത്രമേൽ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെ കുറിച്ച് പറയുന്ന ഒരാൾ ഞാൻ ചോദിക്കട്ടെ, റഹ്മാൻ സാറിൻ്റെയും കീരവാണി സാറിൻ്റെയും ആദ്യത്തെ പാട്ടുകൾ പാടിയത് ചേച്ചിയാണ്. രണ്ടുപേർക്കും ഓസ്കാറും ലഭിച്ചിരിക്കുകയാണ്. കീരവാണി സാറിന്റെ ആദ്യത്തെ പാട്ട് ഞാനല്ല, തമിഴില് അതെ 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 തമിഴിലെ ആദ്യത്തെ പാട്ട് സാറിന്, മറ്റേ പാട്ടല്ലേ തമിഴിലെ ചേച്ചി പാടി. അപ്പൊ ഇവർക്ക് ഇത്രയൊരു പ്രശസ്തി, അങ്ങനത്തെ ഒരു ഓസ്കാർ പോലെ കിട്ടുമ്പോൾ ചേച്ചി എപ്പോഴെങ്കിലും അവരെ വിളിക്കാറുണ്ടോ? ഞാൻ കണ്ടുല്ലോ, അതിനുശേഷം രണ്ടുപേരെയും കണ്ടു. അപ്പൊ എന്ത് പറഞ്ഞു? ആ ഓസ്കാർ കിട്ടിയ ഉടനെ ഒന്നും കാണാൻ പറ്റില്ല. കീരവാണി സാറ് നാട്ടിൽ വന്നപ്പോൾ ഞാൻ മോൻ കുറച്ചൊക്കെ അവൻ വായിച്ചു തുടങ്ങിയ സമയം, അപ്പൊ അവന് ബ്ലെസ്സിങ്സ് വാങ്ങാൻ ഞാൻ പോയിട്ടുണ്ടായിരുന്നു സാറിൻ്റെ അടുത്ത്. അപ്പൊ ഭയങ്കര സന്തോഷമായിരുന്നു. എന്നെ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് സാറ് കണ്ടത്. ഭയങ്കര സന്തോഷമായിട്ട് സംസാരിച്ചു, മോനെ ബ്ലെസ് ചെയ്തു, എന്നോട് ഇനിയും പാടണം എന്നൊക്കെ പറഞ്ഞു. അതെ, ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ള കാര്യം അത് തന്നെയാണ്, കാണുന്നവർക്കും സ്നേഹിക്കുന്നവർക്കും എല്ലാം. റഹ്മാൻ സാറിനെ ആ സമയത്തൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല, പക്ഷെ ഞാൻ മെയിൽ അയച്ചിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ ചേച്ചി ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും പാട്ടുകാരി ആവണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടേ ഇല്ല എന്ന് കേൾക്കുന്നു. എൻ്റെ വീട്ടിലെ പാട്ടുകാരി ഞാനല്ല, എൻ്റെ ചേച്ചിമാരാ. എൻ്റെ വീട്ടിൽ ആരാ പാടാൻ? അപ്പച്ചൻ പാടും, അമ്മച്ചി പാടും, കസിൻസ് എല്ലാവരും പാടും, ചേച്ചിമാരെല്ലാം പാടും, അടുത്ത തലമുറയും പാടും. എന്നിട്ടും പാട്ടുകാരി ആവണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല? ഇല്ല, പാട്ടുകാരി ഞാനൊരു പാട്ടുകാരിയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു വയസ്സിൽ പാട്ടുകാരിയായി. അതാണ് ഉണ്ടായത്. 10 വയസ്സിൽ ഞാൻ പ്രോഗ്രാംസിന് പോയി തുടങ്ങി. അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ്. സ്കൂളിലൊക്കെ നമ്മൾ കോമ്പറ്റീഷന് പോകുമ്പോൾ എവിടെ പോയാലും ഫസ്റ്റ് പ്രൈസ്. ലളിതഗാനം, ക്ലാസിക്കൽ ഞാൻ പാടിയിട്ടില്ല. അപ്പം അന്ന് ക്ലാസിക്കലിന് പാടിയിരുന്ന കോമ്പറ്റീഷന് വരുന്നതിൽ മിക്കവാറും പ്രൈസ് വാങ്ങിയിരുന്ന ആളാണ് ലേഖ ആർ നായർ. ലേഖയ്ക്ക് എന്ത് രസമായിട്ടാണ് കർണാടക സംഗീതം പാടണമെന്നറിയോ. അപ്പം ഞങ്ങളൊക്കെ എന്ന് വെച്ചാൽ അന്ന് തുടങ്ങിയ ചെറുപ്പം മുതലേ അപ്പച്ചൻ അങ്ങനെ ഒരു ക്വാളിറ്റി എനിക്കും എൻ്റെ ചേച്ചിക്കും ഉണ്ടാക്കിയെടുത്തതാണത്. മറ്റുള്ള ഒരു സിംഗർ എൻ്റെ കൂടെ മത്സരിക്കാൻ വരുന്ന കുട്ടികൾ തന്നെ അവരിൽ ആരാണ് നന്നായിട്ട് പാടുന്നതെന്ന് അപ്പച്ചനെ അറിയാലോ. അപ്പം അവരുടെ പാരൻസുമായിട്ട് സംസാരിക്കും. അങ്ങനെ ലേഖ ഞാനൊക്കെ ഇപ്പോഴും നല്ല സുഹൃത്തുക്കളാണ്. സ്കൂൾ ടൈം മുതൽ ഞങ്ങള് ഇപ്പൊ കോമ്പറ്റീഷൻസിനല്ല, പരസ്പരം മിണ്ടാത്ത പോലും കാലഘട്ടം അതല്ല, ആരോഗ്യപരമായി ഇട്ടുള്ള മത്സരമായിരുന്നു അന്നൊക്കെ. ഇന്നും അങ്ങനെ ആയിരിക്കാം, നമ്മള് പിന്നാമ്പുറങ്ങൾ നമ്മൾ അറിയണില്ലല്ലോ. ഞാനൊക്കെ അങ്ങനെയായിരുന്നു. കാരണം അവര് പാടുന്നതിനെ നമ്മൾ കേൾക്കുകയും ഞങ്ങൾ പാടുന്നതും അവര് കേൾക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും നന്നായിട്ട് പാടി എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം പറയാനും ഉള്ളൊരു മനസ്സ് ഞങ്ങൾ അന്ന് കാണിച്ചിരുന്നു. ഇപ്പോഴും ലേഖ ഇടയ്ക്ക് വിളിക്കും, എന്തെങ്കിലും ഒരു നല്ല കാര്യം എന്നെക്കുറിച്ച് കേട്ടാൽ അവള് അപ്പം ഫോൺ ചെയ്യും. അതൊക്കെ ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്, നമ്മളൊരു അടുത്തൊരാളെ റെസ്പെക്റ്റ് ചെയ്യാന്നുള്ളത് ആ ഒരു ക്വാളിറ്റി നമുക്കൊന്നും പെട്ടെന്ന് അങ്ങനെ ഉണ്ടാവില്ലല്ലോ. അത് ഉണ്ടാക്കിയെടുക്കേണ്ടത് പാരൻസ് ആണ്. അതെൻ്റെ അപ്പച്ചൻ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അല്ലെ, അത് ചേച്ചി പറയുന്ന ഈ സൗഹൃദങ്ങളുടെ കഥകൾ, അല്ലെങ്കിൽ ഇപ്പം ഈ മ്യൂസിഷ്യൻസിനെ കുറിച്ച് ഓർത്ത് പറയുന്നതൊക്കെ ഞാൻ തന്നെ ഇങ്ങനെ അതിശയത്തോടെ കേട്ടിരിക്കുകയാണ്. ഉറപ്പായിട്ടും അതിന് പ്രത്യേകിച്ച് ഇപ്പം എടുത്ത് പറയാനില്ല, പേരൻസ് തന്ന ക്വാളിറ്റി തന്നെയാണ്. കാരണം ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ചേച്ചി ഒരു പാട്ട് എന്ന് ഞാൻ ചോദിക്കുമ്പോൾ അതിൻ്റെ ചുറ്റുമുള്ളവരെ കുറിച്ച് പറയുന്ന കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷം. അപ്പം ഇപ്പം ചേച്ചി പറഞ്ഞല്ലോ ലളിതാനത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട്, സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും ചേച്ചിക്ക് സമ്മാനം വാങ്ങി തന്നെ ഇപ്പോഴും കുട്ടികൾ അത് തന്നെ പാടി സമ്മാനം വാങ്ങിക്കുന്ന ആ പാട്ടൊന്ന് കേട്ടാലോ? ആ പാട്ട് പാടാനുള്ള ഒരു ആരോഗ്യം ചുറ്റമ്പലത്തിലെ ചുവർ ചിത്രഭംഗിയിൽ സുന്ദരി തേടുന്നതാരേ, ആ ചിത്രമെഴുതിയ മാരനെയോ, അതിലെ അവതാര ദേവനെയോ.
മനസീ